നമ്മുടെയൊക്കെ ഒരു നീണ്ട 72 ദിവസത്തെ നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ബഹുമാന്യനായ സതീശൻ ഷൈൽ MLA അന്ന് മുതൽ ഈ നിമിഷം വരെ നമ്മുടെ കൂടെ നമ്മളൊക്കെ കണ്ട ആളുകളാണ്. ഞാനും ഇവിടെ തുടക്കം മുതൽ ഇതിൻ്റെ ലൈവായി നിന്ന ഒരാളാണ്. ഇതിലേറ്റവും കൂടുതൽ മീഡിയകൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ഒന്നാം ഘട്ട തെരച്ചിൽ ആരംഭിച്ച സന്ദർഭത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് കുന്നിടിച്ചൽ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത ഒരു സേവനത്തെ കൂടി ഈ സമയത്ത് നന്ദിയോടുകൂടി ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കഠിനമായ ഒരു അവസ്ഥയിൽ ഈ വിഷയത്തെ മലയാളികളുടെ ഒരു വലിയ വികാരമാക്കി മാറ്റുന്നത് നിങ്ങളുടെ മീഡിയകളുടെ പങ്കാളിത്തം തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇവിടെ ഒരു 2 ദിവസം കൂടി ഇന്നലെ കർണാടക മുഖ്യമന്ത്രി നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ അർജുനെയും ട്രക്കിനെയും നമ്മൾ കണ്ടെത്തുന്നത്. അതേ വേദിയിൽ MK രാഘവൻ ബഹുമാന്യനായ MP തുടക്കം മുതൽ ഇടപെട്ട ഒരാളാണ്. KC വേണുഗോപാൽ ബഹുമാന്യനായ MP അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ സ്പോട്ടിൽ തന്നെ വീട് സന്ദർശിച്ചു, സതീശൻ ഷൈലിനെ കോൺടാക്ട് ചെയ്തു. ഏതായാലും നാളെയോടുകൂടി ഞങ്ങളിപ്പോൾ രാവിലെ സതീശൻ ഷൈൽ ഇന്ന് മോർണിംഗ് പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ SP ഞാനടക്കമുള്ള ആളുകൾ പങ്കെടുത്തൊരു ചെറിയൊരു മീറ്റിംഗ് ചേർന്നിരുന്നു. ഇന്ന് പിന്നെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ തീർത്ത് നാളെയോടുകൂടി ആ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗതയിലാക്കാനുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പിന്നെ ഇത് ഹുബ്ലിയിലേക്കാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. ആ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയതോട് കൺഫർമേഷൻ കിട്ടിയതോടുകൂടി നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നേരെ അവർ SP-യും കളക്ടറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പെട്ടെന്നാക്കാൻ പറ്റുന്ന ആ രീതിയിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്കിനി അർജുനെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ അവസാന ശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.